ഓണം എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പോം കമ്പാരിസൺ എന്നുള്ളത്. ഒരു 100-ൽ ഒരു 10-ൽ താഴെ ആളുകൾ മാത്രമേ ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാറുള്ളൂ. എന്തുകൊണ്ടായിരിക്കും? കാരണം സാധനം ഇത്തിരി വിഷയമാണ്. അതായത് കുറച്ച് കഷ്ടപ്പാടുണ്ട് നമ്മളിത് എഴുതാൻ. നമ്മൾ തീരെ പഠിക്കാത്തൊരു പോയം തരും, എന്നിട്ട് നമ്മൾ പഠിച്ചൊരു പോയമായിട്ട് അതിനെ കമ്പയർ ചെയ്യാനാണ് ചോദിക്കുക. അപ്പോൾ പഠിച്ച പോയത്തിൻ്റെ അപ്രിസിയേഷനൊക്കെ നമുക്ക് ഒരുവിധം ഒപ്പിക്കാം. പക്ഷേ പഠിക്കാത്തത് നമ്മൾ എന്ത് ചെയ്യും? അതിനാദ്യം നിങ്ങൾ തന്ന കവിത 2 പ്രാവശ്യം വായിക്കുക. 2 പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു പരിപാടി എന്താണെന്ന് കിട്ടും. കാരണം നമ്മൾ പഠിച്ച പോയത്തിൻ്റെ സിമിലർ തീമിലായിരിക്കും ഈ തന്നിരിക്കുന്ന പോയം, അതായത് അൺനോൺ പോയം. നമുക്ക് പഠിക്കാത്ത ഈ കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കവിത, ഇത് നമ്മൾ പഠിച്ച കവിതയായിട്ട് വളരെ സിമിലർ ആയിരിക്കും. അപ്പം നമ്മൾ 2 കാര്യങ്ങളും ഒരു കൺക്ലൂഷനും എഴുതിയാൽ മതി. ഒന്നാമത്തെ കാര്യം, എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം, അതായത് 2 കവിതകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, 2 കവിതകൾ തമ്മിലുള്ള സാമ്യത എന്താണ്, സിമിലാരിറ്റി എന്താണ്. അതിൽ ഒരു സിമിലാരിറ്റി ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത് അതിൻ്റെ തീമാണ്. തീം എന്തായാലും സിമിലർ ആയിരിക്കും. മൂന്നാമത്തത്, ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി ഒരു കൺക്ലൂഷൻ, ഒരു പാരഗ്രാഫും കൂടെ എഴുതി കഴിഞ്ഞാൽ പരിപാടി സെറ്റാണ്. കുറേ വലിച്ചു വരെ എഴുതണ്ട. 8 മാർക്കിനാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു 2-3 പേജ് ഒന്നും എഴുതി വെക്കണ്ട. ഒരു പേജിൽ തന്നെ നമുക്ക് പരിപാടി ഒതുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ മോഡൽ ക്വസ്റ്റ്യൻ പിടിച്ചോ. Read the poem given below and compare it with Any Woman by Catherine Tynan, focusing on the theme, message and feeling in both poems. 3 കാര്യങ്ങളാണ് നമ്മളോട് അവിടെ കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് തീം, 2 മെസ്സേജ്, 2 കവിതകളുടെയും ഒരു മെസ്സേജ് എന്താണെന്നുള്ളത്, പിന്നെ ഒരു ഓവറോൾ ഫീലിംഗ് എന്താണെന്ന്, കവിത വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് എഴുതാൻ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം എനി വുമനിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സും അതിൻ്റെ ഒരു അപ്രിസിയേഷനും നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പയർ ചെയ്യേണ്ടതാ ഈ കൊടുത്തിരിക്കുന്ന കവിതയാണ്. ഈ കവിത ഇനി ഒരിക്കലും ചോദിക്കില്ല. നമ്മൾ ഇതുവരെ കാണാത്ത ഇനിയൊരു പുതിയ ഫ്രഷ് ചോദ്യമായിരിക്കും ഇനി ചോദിക്കാൻ പോകുന്നത് ഇപ്രാവശ്യത്തെ ഓണം എക്സാമിന്. ഓക്കെ, സോ ഇതൊരു 2 പ്രാവശ്യം വായിക്കലാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. ദ സാഡ് മദർ എന്നുള്ളതാണ് കവിതയുടെ പേര്. അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, എനി വുമൻ ആയിട്ടുള്ള വളരെ സിമിലർ ആയിട്ടുള്ള കവിതയാണ്. സ്ലീപ് സ്ലീപ് മൈ ബിലോവഡ് without worry, without fear. Although my soul does not sleep, although I do not rest, sleep, sleep. And in the night, may your whispers be softer than a leaf of grass, or the silken fleece of lambs. May my flesh slumber in you, my worry, my trembling. In you, may my eyes close and my heart sleep. ഇത് 2 പ്രാവശ്യം വായിക്കുക. ഗബ്രിയേല മിസ്ട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററാണ്, ഒരു പോയറ്റാണ് ഇത് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മളിത് എഴുതേണ്ടതെന്ന് അറിയാം. ആദ്യം ഒരു പാരഗ്രാഫ് ഇൻട്രൊഡക്ഷനായിട്ട് പറയാം, അതായത് 2 കവിതകളെ കുറിച്ചിട്ടും അതിൻ്റെ ഒരു സിമിലാരിറ്റിയും വ്യത്യാസവും എവിടെയാണ് ഇരിക്കുന്നുള്ളത് ചെറുങ്ങനൊന്ന് ചുരുക്കിയിട്ട് പറയാം. ബോത്ത് എനി വുമൻ ആൻഡ് സാഡ് മദർ ഡിസ്ക്രൈബ് ദ ഡീപ് സെൽഫ്ലെസ് ലവ് ഓഫ് എ മദർ. ഇതാണ് 2 കവിതയിലും കോമൺ ആയിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ദേ ഷോ ഹൗ എ മദർ ഈസ് ഓൾവേസ് റെഡി ടു സാക്രിഫൈസ് ഹെർ ഓൺ റെസ്റ്റ് ആൻഡ് കംഫർട്ട് ടു കീപ്പ് എ ചൈൽഡ് സേഫ് ആൻഡ് ഹാപ്പി. 2 കവിതയിലും അല്ലേ ഒരു സാക്രിഫൈസ് ചെയ്യുന്ന ഒരു അമ്മയാണ്, ത്യാഗം ചെയ്യുന്ന അമ്മയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ കംഫർട്ടും അവരുടെ എല്ലാ സുഖ സൗകര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ബാക്കി അവരുടെ മക്കളുടെ സേഫ്റ്റിയും അതുപോലെ തന്നെ ഹാപ്പിനെസ്സിനും പ്രയോറിറ്റി കൊടുക്കുന്ന അമ്മയാണ്. ഇനി സിമിലാരിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ സിമിലാരിറ്റി എന്ന് പറയുന്ന ആ 2 കവിതകളുടെയും തീമായിരിക്കും. ബോത്ത് പോയം സെലിബ്രേറ്റ് എ മദേഴ്സ് എൻലെസ് ലവ് ആൻഡ് പ്രൊട്ടക്റ്റീവ് നേച്ചർ. 2 കവിതയിലും അമ്മയുടെ ഒരു പ്രൊട്ടക്റ്റീവായുള്ള സംരക്ഷണ സ്വഭാവവും അതുപോലെ തന്നെ സ്നേഹത്തിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ദെൻ സെൽഫ്ലെസ് സാക്രിഫൈസ്. സെൽഫ്ലെസ് എന്ന് പറയുന്നത് സെൽഫിഷിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് സ്വന്തം കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാതെ അവരുടെ കുട്ടികളെയാണ് അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഇൻ ബോത്ത് പോയിന്റ്സ് ദ മദർ ഫോർഗെറ്റ്സ് her own pain for her children. In Any Woman, she works for the floor to roof to make comfortable beds. In Sad Mother, she stays awake and active even when her soul is tired, just so her baby can sleep peacefully. നമ്മൾ എനി വുമനിൽ കണ്ടത് അവർ ഫ്ലോർ ടു റൂഫ് വരെയുള്ള സകലമാന കാര്യങ്ങളും ചെയ്യുന്നു, ഡെക്കോർ ചെയ്യുന്നു, ബെഡ് വിരിക്കുന്നു, തീന്മേശ വിരിക്കുന്നു, എല്ലാം ചെയ്യുന്നത് അമ്മയാണ്. എല്ലാ കംഫർട്ടും അവർ മറന്നുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നത്. ഈ സാഡ് മദർ എന്ന് പറഞ്ഞ കവിതയിലും അവരുടെ സോൾ ടയേർഡാണെന്ന് പറയുന്നത്, അതായത് അവർ ഇമോഷണലി വളരെ ബാഡായ ഒരു സിറ്റുവേഷനിലല്ലേ ആ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട്, ആ കുഞ്ഞ് കംഫർട്ടബിൾ ആണെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അമ്മ നിലകൊള്ളുന്നത്. ആൻഡ് ഫൈനലി ഇമോഷണൽ ടോൺ 2ലും ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. ബോത്ത് പോയിംസ് ക്യാരി എ വെരി ടെൻഡർ ഇമോഷണൽ ആൻഡ് ലവിങ് ടോൺ. സ്നേഹമാണ് ശരിക്കും ടെൻഡർനെസ് ആൻഡ് ലവിങ് എന്ന് നമുക്ക് പറയാം. സ്നേഹവും അതുപോലെ തന്നെ ആ ഒരു മാതൃത്വത്തിൻ്റെ ഒരു വൈകാരികത ഒക്കെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത് കേട്ടോ.
അതായത് അമ്മയാകുന്ന സമയത്ത് അമ്മയുടെ മാതൃത്വം അതൊരു ഫീലിംഗ് ആണ്. അത് നമുക്ക് കുറേയൊന്നും വാക്കുകളിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഇമോഷണൽ ടോണ് അവിടെ ഒരുപോലെ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി ഇതിലുള്ളൊരു ഡിഫറൻസസ് ആണ് രണ്ടാമത് എഴുതേണ്ടത്. ശരിക്കും ഈ ചോദ്യത്തിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. കോൺട്രാസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം വ്യത്യാസം എന്താണ്, നമ്മൾ പഠിച്ച കവിതയും പഠിക്കാത്ത കവിതയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എഴുതണം. റോൾ ഓഫ് എ മദർ ഇൻ എനി വുമൻ, ദ മദർ ഇസ് ഷോൺ ആസ് എ സ്ട്രോങ് ആക്റ്റീവ് പില്ലർ ഹോൾഡിംഗ് ദ ഹോൾ ഹൗസ് ടുഗെദർ. ആ ഒരു മൊത്തം വീടിനെ തന്നെ താങ്ങി നിർത്തുന്നത് ഒരു തൂണ് പോലെയാണ് അമ്മ എന്നാണ് നമ്മുടെ എനി വുമനിൽ പറയുന്നത്. ഷി ബ്ലോക്സ് ദ കോൾഡ് wind and snow. The sad mother, in the sad mother, the mother is quiet, gentle and softly singing a lullaby to put her baby to sleep. ആ ഒരു കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഒരു ലല്ലബൈ എന്ന് പറയുന്നത് ഒരു താരാട്ട് പാടുന്ന അമ്മയാണ് നമ്മൾ സാഡ് മദറിൽ കാണുന്നത്. പക്ഷേ മറ്റേ കവിതയിൽ ഒരു സ്ട്രോങ് ഫിയേഴ്സ് മദറിനെയാണ് നമുക്ക് നമ്മുടെ എനി വുമനിൽ കാണുന്നത്. ഇനി ലാംഗ്വേജിലും സ്റ്റൈലിലും ഒരു വ്യത്യാസമുണ്ട്. എനി വുമൻ യൂസസ് ഹൗസ് ഹോൾഡ് ഇമേജസ് ലൈക്ക് പില്ലേഴ്സ്, ഹാർത്ത് ഫയേഴ്സ് ആൻഡ് ആർച്ചസ്. നമ്മുടെ എനി വുമനിൽ ഒരു മെറ്റഫറുകളായിട്ട് എന്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്, പില്ലറുകൾ, ഹാർത്ത് ഫയർസ് അല്ലെങ്കിൽ നമ്മുടെ നെരിപ്പോടിലെ തീയ്, ആർച്ചുകളൊക്കെയാണ് അവിടെ ഒരു മെറ്റഫറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ദ സാഡ് മദർ യൂസസ് സോഫ്റ്റ് നാച്ചുറൽ ഇമേജസ് ലൈക്ക് ലീവ്സ് ഓഫ് ഗ്രാസ് ആൻഡ് സിൽക്ക് ആൻഡ് വൂൾ ഓഫ് ലാംസ്. അപ്പോൾ അവിടെ കൂടുതലായിട്ട് ഇമേജറികളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ അമ്മയുടെ റോൾ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ലീവ്സ് ഓഫ് ഗ്രാസും അതുപോലെ തന്നെ സിൽക്ക് ആൻഡ് വൂൾ ഓഫ് ലാംസ്, അതായത് ആ ഒരു സോഫ്റ്റ്നെസ്, ജെന്റിൽനെസ് എത്രത്തോളാണെന്ന് കാണിക്കാനാണ്. ആ ഒരു മൃദുലത എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയും സോഫ്റ്റ് ആണ് എന്നുള്ളത് കാണിക്കാനാണ്. ആ ഒരു കംഫർട്ടാണ് അവിടെ കൊടുക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് ചുരുക്കിയിട്ട് പറയുന്നതാണ്, ഇൻ ഷോർട്ട് ആക്കി പറയുന്നതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, എനി വുമൻ ഹൈലൈറ്റ്സ് ദ മദേഴ്സ് സ്ട്രെങ്ത് ഇൻ മാനേജിങ് ആൻഡ് പ്രൊട്ടക്ടിങ് ദ ഹോൾ ഹോം, വൈൽ സാഡ് മദർ ഷോസ് ദ ക്വയറ്റ് ഡീപ്പ് ഇമോഷണൽ ബോണ്ട് ബിറ്റ്വീൻ എ മദർ ആൻഡ് ഹർ സ്ലീപ്പിംഗ് ചൈൽഡ്. Both poems beautifully remind us that a mother's love is the greatest shelter for a child. ഈ കവിത നമ്മൾ ഓർമ്മിപ്പിക്കുന്നതല്ലേ, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സേഫസ്റ്റ് ഷെൽ ഓർ ഷെൽട്ടർ എന്ന് പറയുന്നത് അമ്മയാണ്, അല്ലെങ്കിൽ അമ്മയുടെ കൂടെയാണ്, അമ്മയുടെ സാമീപ്യമാണ് എന്ന് സംസാരിക്കുന്ന രണ്ട് കവിതയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിലല്ലേ 3 കാര്യങ്ങൾ അതിൽ വരണം. ഒന്ന്, അതിൻ്റെ സിമിലാരിറ്റി, ദെൻ അതിൻ്റെ ഡിഫറൻസ് എന്താണ്, ദെൻ ഒരു തേർഡ് പാരഗ്രാഫ് ഓഫ് കൺക്ലൂഡിങ് ബോത്ത് ദ പോയിംസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയം കമ്പാരിസൺ എന്ന് പറയുന്നത്. സ്റ്റിൽ ഞാൻ സമ്മതിക്കുന്നു 8 മാർക്കിൻ്റെ ഈ ഒരു ചോദ്യം കുറച്ച് ഡിഫിക്കൽട്ടാണ്. എപ്പോഴും ഓപ്ഷൻസ് തരാറുണ്ട്. ഇനി എങ്ങാനും ഓപ്ഷൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. ഇത് എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം എനി വുമൻ്റെ അപ്രിസിയേഷൻ നിങ്ങൾ പഠിക്കണം, എന്നാൽ ഈ സാധനം തൊടാൻ കിട്ടുള്ളൂ. സോ പോയം അപ്രിസിയേഷൻ പേടിച്ചിരിക്കുന്ന ഫ്രണ്ടിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇപ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ, സീ യു.